നമസ്കാരം ഹരിപ്രസാദ് സർ. നമസ്കാരം. യെസ്, ഈ വനിതാ സംരക്ഷകരാണെന്നൊക്കെ പറയുന്നു, വനിതാ മതിലൊക്കെ തീർത്ത പാർട്ടിയാണ്. പക്ഷേ SFIയുടെ മുൻ സംസ്ഥാന അധ്യക്ഷ പറഞ്ഞിരിക്കുന്നത് CPM ഈ സ്ത്രീപക്ഷ നിലപാടിൽ അവർ വെള്ളം ചേർക്കുകയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ന് വനിതാ ദിനത്തിലാണ് ഇങ്ങനൊരു വിമർശനം വന്നിരിക്കുന്നത് എന്നുള്ളത് എങ്ങനെ നോക്കിക്കാണും? CPM-നെ സംബന്ധിച്ച് അവരുടെ മധുരയിൽ നടക്കാൻ പോകുന്ന പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ട് സംസ്ഥാന സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഇപ്പോ കേരളത്തില് കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം നടന്നു വരുന്നത്. അപ്പൊ പൊതുവില് ഈ CPIM-കാർ വലിയ ആവേശത്തോടു കൂടിയിട്ടും അതുപോലെ തന്നെ അഭിമാനത്തോടു കൂടിയിട്ടും പറയുന്ന ഒരു വസ്തുതയാണ്, ഞങ്ങളുടെ മറ്റേ പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യം വളരെ വലുതാണ്, ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള കമന്റുകൾ പറയുവാനും തിരുത്തപ്പെടുവാനും തിരുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളുടെ പാർട്ടിയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമെന്നൊക്കെ അവര് ആഘോഷത്തോടു കൂടിയിട്ട് വലിയ ആവേശത്തോടു കൂടിയിട്ടൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇന്നിപ്പോ വനിതാ ദിനം കൂടിയാണ്. അപ്പൊ നമ്മള് ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ ഈ സ്ത്രീപക്ഷ നിലപാടിൽ വെള്ളം ചേർത്തു എന്ന് പറയുന്നേക്കാളും നല്ലത് കൃത്യമായിട്ട് വെള്ളം ചേർക്കാത്ത ഒരു നിലപാട് പോലും CPIM-ന് ഇല്ല എന്നുള്ളതാണ്. അത് അവരുടെ ഒരു ഹിസ്റ്ററി 1964 തുടങ്ങിയിട്ട് ഇങ്ങോട്ടുള്ള ഈ കാലഘട്ടത്തിന്റെ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോലും വെള്ളം ചേർക്കാത്തതുണ്ടോ എന്ന് ചോദിച്ചാൽ ഹാർഡ്ലി എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ കയറിയതിന് ശേഷം CPIM-ന്റെ ഒരു വലതുപക്ഷ രാഷ്ട്രീയ ചായ്വിൽ മാത്രം ഇപ്പൊ വെള്ളം ചേർക്കാതെ പോകുന്നുണ്ട് അവര്. കൃത്യമായിട്ട് അത് ഒരു CPIM-ന്റെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഒക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു എക്സ്ട്രീം ലെഫ്റ്റ് എന്നാണ് പറയുക. വളരെ തീവ്ര ഇടതുപക്ഷ നിലപാടുള്ള സംഘടനയിൽ നിന്ന് മാറി എനിക്ക് തോന്നുന്നത് ഒരു ലെഫ്റ്റ് ടു മൈൽഡ് റൈറ്റ് വിങ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയിലേക്ക് CPIM മാറിയിട്ടുണ്ട്. അതില് കൃത്യമായിട്ട് വെള്ളം ചേർക്കാതെ അവർ മുന്നിലോട്ട് പോകുന്നുണ്ട് ഇപ്പൊ കുറച്ചു കാലമായിട്ട്. അപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPIM-നെ സംബന്ധിച്ച് അവർക്ക് വെള്ളം ചേർക്കാത്തതായിട്ട് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഞാൻ ചെറിയ ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങയുടെ ആ ഒരു ചോദ്യത്തിലേക്ക് വരാം. നോക്കൂ, CPIM ഒരിക്കലും അതൊരു ഇടതുപക്ഷ ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇടതുപക്ഷ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യലിസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സാമ്പത്തികപരമായിട്ട് നമ്മളുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ഇൻഇക്വാലിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ലെഫ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും പ്രാക്ടിക്കലി സാധ്യമല്ലാത്ത ഒന്നാണ്. എന്നിരുന്നാലും അപ്പോ അതിൻ്റെതായ പബ്ലിക്കായിട്ട്, അതായത് ഗവൺമെന്റ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഇൻഇക്വാലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പൊതുവായിട്ട് പബ്ലിക് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ലെഫ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത്. പക്ഷേ CPIM-ന്റെ ഇവിടുത്തെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇതുവരെയായിട്ടും അവർക്ക് അങ്ങനെ ഒരു പൂർണ്ണ ലെഫ്റ്റ് ഐഡിയോളജി കീപ്പപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ കാലത്തും ഇപ്പൊ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ CPIM ഒരു കാലത്തും ആദ്യത്തെ നെഹ്റു മറ്റേ മന്ത്രിസഭ കഴിഞ്ഞാൽ അന്ന് CPIM അല്ല, മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ്. 64 ഓൺവേർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ CPIM-ന് ഒരിക്കൽ പോലും ഇന്ത്യയില് അവരുടേതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ്. ഏത് കാലത്തും ഏത് സഖ്യത്തിലും പ്രതിപക്ഷ സഖ്യത്തില് ഉള്ള പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അതൊരൊറ്റ പാർട്ടിയേ ഉള്ളൂ, അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് അവര് BJP-യുടെ കൂടെ കൂടിയിട്ടുണ്ട്, അവര് കോൺഗ്രസിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. ആദ്യകാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു CPIM. ഇപ്പൊ കേരളത്തിൽ ഒഴിച്ച് ബാക്കിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിനോട് ചേർന്ന് ബംഗാളിലൊക്കെ സഖ്യം മറ്റേ പ്രഖ്യാപിച്ച് ഇലക്ഷനെ നേരിടുന്ന അവസ്ഥയാണ്. ഇപ്പൊ തമിഴ്നാട്ടിലായാലും ബാക്കി ഇന്ത്യയില് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ അവര് കോൺഗ്രസിനെ ഏറ്റവും നഖശികാന്തം ആ കോൺഗ്രസിന്റെ ഐഡിയോളജിനെ, റൈറ്റ് വിങ് പൊളിറ്റിക്സിനെ മറ്റേ എതിർക്കുന്ന പാർട്ടിയാണ്. അപ്പോ സത്യത്തിൽ അവരുടെ ഐഡിയോളജി എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ വെള്ളം ചേർത്ത ഒരു ഐഡിയോളജിയാണ്. മണ്ണെണ്ണ പോലെ എങ്ങോട്ട് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടോ പോവാവുന്ന ഒരു അവസ്ഥയാണ്. ഇനി രണ്ടാമത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംവിധാനമല്ല CPIM-ൻ്റെത് ഒരു കാലത്തും. ഈ ലെഫ്റ്റ് ഇടതുപക്ഷ ഐഡിയോളജിക്ക് വ്യക്തി പ്രാധാന്യം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് നോക്കൂ, കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ, പാർട്ടിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പിണറായി വിജയനെ പറ്റിയിട്ട് തിരുവാതിര കളിക്ക് പാട്ടുണ്ടാക്കുന്നു. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞു അത് അവിടുത്തെ ഏതോ ഒരു സംഘാടകര് അവരുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഇപ്പൊ തിരുവനന്തപുരത്ത് മറ്റേ NGO സെക്രട്ടേറിയറ്റിന്റെ NGO യൂണിയൻ സമ്മേളന വേദിയിൽ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട്
സ്തുതി പാഠകർ, ആ പാട്ട് അല്ലെങ്കിൽ എന്താ പാട്ടോ എന്താ വെച്ചാൽ കവിതയോ എങ്ങനെയാണ് കണക്കാക്കണത് വെച്ചാൽ അത് വളരെ ഗംഭീരമായിട്ട് ചൊല്ലി. അപ്പോ ഇപ്പോ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്. അപ്പൊ വ്യക്തമായിട്ട് കൃത്യമായിട്ടും ഒരു വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയത്തിലേക്ക് CPIM മാറി. ഒരിക്കലും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ സ്റ്റാൻഡാണത് ആക്ച്വലി. അപ്പൊ അതിലേക്ക് മാറുന്നു. ഇനി വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, ജാതിയില്ല, മതമില്ല, ആചാരങ്ങൾക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഘടക വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടി ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് സന്ധി ചെയ്യുന്നു, സമരസപ്പെടുന്നു. അപ്പോ എല്ലാ തരത്തിലും ഒരു 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 വെള്ളം ചേർക്കലിന്റെ ആശാന്മാരാണ് ശരിക്കും CPIM. ഇനി മാഡം ചോദിച്ച ചോദ്യത്തിലേക്ക്, അതായത് വനിതകളോടുള്ള CPIM-ന്റെ മറ്റേ നിലപാട്, തീർച്ചയായിട്ടും ഇപ്പൊ KR ഗൗരിയമ്മയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വനിതകൾക്ക് തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ഗ്രേഡ് പ്രാധാന്യം മാത്രം കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനമാണ് CPIM എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ ഈ എന്താ പറയാ, നമ്മളുടെ ഇപ്പൊ ഇവിടെ പാസ്സാക്കിയിട്ടുള്ള ബില്ലുകൾക്കനുസരിച്ച് 50% മറ്റേ ത്രിതല പഞ്ചായത്തുകളിൽ വനിതകൾക്ക് സംവരണമുണ്ട്. സംവരണം ഇൻ ദ സെൻസ് റിസർവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ നിയമസഭയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് കൊണ്ട് ആ നമ്പേഴ്സ് അങ്ങനെ കീപ്പപ്പ് ചെയ്തു പോകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ, ഈ വനിതകളോടുള്ള സമീപനം അല്ലെങ്കിൽ വനിതകളുടെ ഒരു അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇപ്പോ ഒരു കമ്മ്യൂണിസ്റ്റുകാര് ഒരു പക്ഷെ കുടുംബശ്രീയെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയൊക്കെ ഉയർത്തി കാണിച്ചിട്ട് സ്ത്രീകൾക്ക് വളരെ വലിയ സമൂഹത്തിൽ മുന്നിലോട്ട് വരാനുള്ള ഒരുപാട് വേദി ഒരുക്കിയ പ്രസ്ഥാനമാണ് CPIM എന്നൊക്കെ പറഞ്ഞിട്ട് അവകാശപ്പെടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ നമ്മള് ഒരു 64 തൊട്ടിട്ട് ഒരു 2025 വരെയുള്ള ഒരു 60-61 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവർ പ്രസംഗിക്കുന്ന തലത്തിലേക്ക് വനിതകളുടെ ഒരു അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നടപ്പാക്കിയ ഒരൊറ്റ പദ്ധതി പോലും മുന്നിലോട്ട് വെക്കാൻ CPIM-ന് ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ അണികളെ വർദ്ധിപ്പിക്കുവാനും കൊടി പിടിക്കാനും ജാഥയ്ക്ക് ആളെ ഉണ്ടാക്കാനും വോട്ട് തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ പഞ്ചായത്ത് തലത്തിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഉണ്ടാക്കാനും ADS-ഉം CDS ഒക്കെ ആക്കാൻ ആ തലത്തിൽ കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 10 രൂപ കുറി ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലോൺ കൊടുത്ത് കളിക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി അത് മുന്നിലോട്ട് കൊണ്ടുപോകാൻ, അത് അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡിന് വേണ്ടിയിട്ടാണ്, അവരുടെ പൊളിറ്റിക്കൽ സർവൈലൻസ് എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു സംവിധാനത്തെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ പാർട്ടി സംവിധാനത്തിലും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തിലും സ്ത്രീകൾക്ക് കിട്ടുന്ന പ്രാധാന്യം വളരെ കുറവാണ് എന്ന് തന്നെയാണ്. ഇപ്പൊ നമ്മള് ഒരു ഘട്ടത്തില് ഇപ്പോ ഗൗരിയമ്മയ്ക്കൊക്കെ ശേഷം മറ്റേ എന്താ പറയാ, ശൈലജ ടീച്ചർ, എ കെ ജിയുടെ ഭാര്യയുടെ പേര് ഒരു കാലഘട്ടത്തിൽ സുശീല ഗോപാലൻ നമ്മള് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ കേട്ടിരുന്ന പേരാണ്. പിന്നീട് പെട്ടെന്ന് അവര് മാഞ്ഞുപോയി. അതിനുശേഷം പിന്നെ അത്തരത്തിൽ ഉയർന്നു വന്ന സംഭവം PR-ന്റെ ബേസിസിലൊക്കെ ആണെങ്കിൽ കൂടി ഉയർന്നു വന്ന ഒരു ഇപ്പൊ റീസെന്റ് വന്ന ആളാണ് KK ശൈലജ. ഇപ്പൊ അവരെയും ഓൾമോസ്റ്റ് എന്താ പറയാ ഒതുക്കി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പച്ച മലയാളത്തിൽ പറയാം. അപ്പൊ അങ്ങനെ ഇപ്പൊ അനുശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ പേരിന് ഒരു സ്ത്രീ പ്രാതിനിധ്യത്തിൽ അപ്പുറത്തേക്ക് CPIM എനിക്ക് തോന്നുന്നില്ല ഒരു സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് എന്ന്. വനിതാ മതിലൊക്കെ തീർച്ചയായിട്ടും അത് ശബരിമല അനാചാരത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഒരു എന്താ പറയുക ഒരു ഗിമ്മിക്ക് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് ആണ് എന്നുള്ളത് ക്ലിയർ ആണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ സ്ത്രീകൾ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്കെതിരെ ശിവ എന്നൊരു അക്ഷരം മിണ്ടാൻ ധൈര്യമില്ലാത്ത ഒരു പ്രസ്ഥാനം കൂടിയാണ് ഈ പറയുന്ന മറ്റേ CPIM. എന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും സ്വത്തിന് തുല്യ പ്രാധാന്യം അല്ലെങ്കിൽ തുല്യ വിഹിതത്തിന് അർഹതയില്ല വനിതയ്ക്ക് എന്ന് പറയുന്ന കിരാതമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള നിയമത്തെ ഡിമോളിഷ് ചെയ്ത് കളയുന്ന ഇപ്പൊ UCC പോലെയുള്ള കാര്യത്തില് CPIM-ന്റെ ആദ്യത്തെ നിലപാട് അല്ലെങ്കിൽ മുൻകാല നിലപാട് UCC ഇന്ത്യയിൽ നടപ്പാക്കണമെന്നാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിലപാട് പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് സന്ധി ചെയ്തതിന് ശേഷമുള്ള നിലപാട് UCC വേണ്ട എന്നുള്ളതാണ്. അത് തന്നെ ക്ലിയർ കട്ടാണ്. ഒരു വനിതയ്ക്ക് സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും സ്വത്തില്
ആങ്ങളയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവരുടെ ആൺകുട്ടിക്ക് കിട്ടുന്ന അതേ പരിഗണന മറ്റേ ലേഡിയായിട്ട് ജനിച്ചുപോയി എന്നുള്ള കാരണം കൊണ്ട് കിട്ടാതെ വരുന്നു എന്നുള്ള അത്രയും വലിയ ഒരു അനീതി, അതിനെതിരെ അല്ലെങ്കിൽ ഇപ്പൊ മുത്തലാഖ് പോലെയുള്ള വിഷയങ്ങൾക്കെതിരെ CPIM-ന്റെ മൗനം അത് തീർച്ചയായിട്ടും അവരുടെ ഈ സ്ത്രീപക്ഷ നിലപാടിനോടുള്ള കൃത്യമായിട്ടുള്ള എന്താ പറയാ തിരിച്ചുവെച്ച കണ്ണാടിയാണെന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ എല്ലാ നിലപാടിലെയും പോലെ ഈ നിലപാടും കൃത്യമായിട്ട് വെള്ളം ചേർക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അത് അനുശ്രീ പറഞ്ഞത് ഒരു പരിധി വരെ അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ ശരി തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.